രവീന്ദ്രൻ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ബജറ്റ് ഒരു ഡേ ഡ്രീം ബജറ്റ് എന്ന് ഞാൻ പറയും. ഒരു പകൽക്കിനാവാണത്. നമ്മളെ കാണിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പണം എവിടെ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്താൽ മതി. അല്ല, അതിലും ഓ റൂട്ട് അങ്ങോട്ടാണോ? മനസ്സിലായി. ഒക്കെ ഒരു കയ്യാ. അതിലും പൊളിഞ്ഞു പോയല്ലോ. 20,000 കോടി കിട്ടാണ്ടെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. സുപ്രീം കോടതി പോയില്ലേ? എന്നിട്ട് എന്തായി? അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. സുപ്രീം കോടതി വലിച്ചേറ് കൊടുത്തു. അല്ലെങ്കിൽ തന്നെ നീയൊക്കെ മഹാകള്ളന്മാരാ. ഇതുപോലെ ഒത്തിരി എണ്ണത്തിനെ കണ്ടിട്ടുള്ളവനാ ഞാൻ. ഇപ്പൊ സുപ്രീം കോടതി നിങ്ങളുടെ അവിടെ സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ. 20,000 കോടി പോയി, 20,000 കോടി ഇല്ലപ്പോ. അല്ല, അതിനെപ്പറ്റി തർക്കം വേണ്ട. കേന്ദ്രം കൊടുത്താലും ഇവർ രക്ഷപ്പെടില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? പറമ്പും പാടവും മറ്റുള്ള ഈ ദർബാരടിയേ. അപ്പൊ പിന്നെ രക്ഷയില്ല. കാരണം കേന്ദ്രം കൊടുത്തതൊന്നും ഫലപ്രദമായി നടപ്പാക്കാത്ത ഒരു ഗവൺമെന്റാണിത്. ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഇവളോ പണത്തെ വെച്ചില്ല, എന്നാ പണ പറഞ്ഞേ തരില്ല. 2004 മുതൽ 14 വരെ എത്ര കൊടുത്തോ അതിന്റെ 5 ഇരട്ടി കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഷെയറിലും അല്ലാത്തതിലും. ഇനി GST കോമ്പൻസേഷൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ വാങ്ങിയ സ്റ്റേറ്റ് കേരളമാണ്. ഇതെല്ലാം വസ്തുതയാണ്. പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കിട്ടിയത് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. 100, 200, 300 എത്ര വേണമെങ്കിലും തരാം. ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി വേണടാ, നന്ദി. ഇതെല്ലാം വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഒന്നും തന്നിട്ടില്ല. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചെന്നുള്ള പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഏതാണ്ട് 2 ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന പണം തരാതിരുന്നതാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന പണം തരാതിരുന്നതാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൂടി കിട്ടിയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. ഈ കേരളത്തിന്റെ അവസ്ഥ വലിയ രീതിയിൽ വീണ്ടും മാറുമായിരുന്നു. ഒലക്കട മൂട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം. സാധാരണ ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല, എനിക്കൊന്ന് പറയണം. എന്താ അറിയോ, ഒരു 20% സമയമെങ്കിലും എനിക്ക് തരണോ, അല്ലെങ്കിൽ ചർച്ച ഫലവത്താവില്ല. ഇങ്ങനെ പേടിക്കാതോ. അതായത് ഒരു കാര്യം ഞാൻ പറയാം. മുമ്പത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയിട്ട് പിന്നെ വന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അതിന്റെ ഫലം ആവർത്തിച്ചിട്ടില്ല. 2019 48% വോട്ടും 19 സീറ്റും UDF-നായിരുന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ 2 ബൈ ഇലക്ഷനിലും LDF ജയിച്ചു 1. ഇനി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷിക്കും ഭൂരിപക്ഷം കിട്ടില്ല, സണ്ണി ജോസഫ് സാറിനും ഭൂരിപക്ഷം കിട്ടില്ല. രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ടും കൊണ്ടാണല്ലോ ഇവർ വർഗീയതക്കെതിരായിട്ടുള്ള വലിയ ശക്തിയായ പ്രചാരണം ഞങ്ങൾ പറയാ. അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമി വർഗീയത പറഞ്ഞ സജി ചെറിയാന് എന്ന് പറഞ്ഞു അത് പിൻവലിച്ച ഒരു ഭാഗത്ത് പിൻവലിച്ചു പോയി. ഇത് രണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരുടെ കുറ്റം കുറവൊക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇവിടെയും PFI ഇവിടെയാണ്. അതാ വ്യത്യാസം. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ, PFI ഇവിടെ. കിട്ടിയ എത്ര സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം സ്വാമി. ഞങ്ങളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. നിങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കി ഇന്നേ വരെ. നീ ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളെ നാളെ വരും. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ രണ്ടാളും ഒരു മാലാക ചമയണ്ട. രണ്ടാളും ഇതിന്റെ ഉസ്താദുമാരാണ്. വർഗീയ കക്ഷികളെ, ഭീകരവാദികളെ. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. ഇവരും കണക്കാണ്. എനിക്ക് അവനെ അറിയാം, നിന്നെ അറിയാം. കിട്ടാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നത്? എന്തിനാണ് അവർക്ക് വെള്ള പൂശുന്നത്? നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. അങ്ങനെ വരട്ടെ. അവരുമായിട്ട് യാതൊരു സഖ്യത്തിലും ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. എന്താ ചെയ്യുന്നത്? അവരുമായിട്ട് യാതൊരു സഖ്യത്തിലും ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല.
സഖ്യത്തിന്റെ സതീശൻ പ്രശ്നമല്ല. പറഞ്ഞത് CPM-ന്റെ നേതാക്കന്മാര് അവരുമായിട്ട് ചർച്ച നടത്തിയതിന്റെ വാർത്ത കട്ടിംഗ് ഉൾപ്പെടെയാണ് സതീശൻ CPM-ന്റെ ആക്ഷേപത്തിന് ആവട്ടെ, മറുപടി പറഞ്ഞത്. ഞാൻ പറയാം. ഒരു പുണ്യാളച്ചൻ ആവട്ടെ, നിങ്ങൾ നിങ്ങൾ ഇപ്പോഴുള്ള എന്തിനാണ് ഐക്യത അവർക്ക് മാറ്റാതെ? വൈറ്റ് വാഷ് ചെയ്യുന്നത്? അല്ല, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചില്ല എന്ന് അദ്ദേഹം ജനാധിപത്യ നേതാവ് തന്നെ പറഞ്ഞു. ഇല്ല, ഒരിക്കലും എന്നിട്ട് ഒരു മറുപടി പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ സാറിന് നല്ല ഓർമ്മയാണല്ലോ. കാരണവശാലും പറഞ്ഞിട്ടില്ല. CPM ആണ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഞങ്ങൾ ഒരിക്കലും എന്നാണ് പ്രതിപക്ഷ ഇനി നേതാവ് കൊടുക്കൂല. പറഞ്ഞിട്ടുള്ളത്. അതാണ് കറക്റ്റ്. CPM ആദ്യം സർട്ടിഫിക്കറ്റ് നൽകി, ഇപ്പൊ ഇവരുടെ അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കേരളത്തിൽ. സുരേന്ദ്രനോട് ഡയറക്റ്റ്ലി ചോദ്യം ചോദിക്കണം. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടാക്കും ജയിക്കാൻ സാധിക്കില്ല, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് BJP-ക്കാർ പറഞ്ഞല്ലോ. അതും ഈ പറഞ്ഞതിനേക്കാളും കഷ്ടമാണ്. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. അത് ത്രിപുരയിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബംഗാളിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ ലോകം കേരളത്തിൽ കേരളം ബംഗാളും ത്രിപുരയെല്ലാം വേറെ വേറെയാണ്. അതിപ്പോ ചില ദുർമാർഗങ്ങളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം. എന്നുള്ള കാര്യത്തിൽ സംശയം ഒരു സംശയം വേണ്ട. അവിടെ ഒരു സംശയം വേണ്ട. നിങ്ങൾക്കൊന്നും ഒരു ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് മുഴുവൻ നിങ്ങളുടെ പണി കഴിയും. എനിക്ക് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാനും പോകുന്നില്ല. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ, നശിച്ച് നാറാണക്കല്ലെടുക്കും. BJP-ക്കൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ജയിച്ചത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്. ഒരു ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നടത്തില്ല. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എനിക്കും തോന്നുന്നു ഞാൻ അല്ല ഇതൊന്നും പറഞ്ഞത് ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം സുരേന്ദ്രനാണെന്നുള്ളതാണ് എനിക്കും ഒരു തോന്നുന്നത്. സംശയമില്ല. നിന്നോട് ചോദിച്ചില്ല. ഓ ഇളക്കല്ലേ. ഞാൻ പറഞ്ഞത് LDF-നും UDF-നും ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടില്ല. BJP 30-35 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള നിർണായകമായിട്ടുള്ള സ്വാധീനമായിരിക്കും. ഏതായാലും അവൻ ഏതാണ്ടൊക്കെ മനസ്സിൽ കണ്ടോണ്ട ഈ കളിയൊക്കെ കളിക്കുന്നത്, അത് ഉറപ്പാണ്, ഉറപ്പ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണോ ഞങ്ങൾ ജയിച്ചത്, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം UDF-നേക്കാൾ പ്രതിഫലിപ്പിക്കാൻ ഓൾട്ടർനേറ്റീവ് BJP ആണെന്ന് തിരുവനന്തപുരം ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. അങ്ങനെ ഒരു 10-30 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായിട്ട് മുമ്പോട്ട് വരും. നിങ്ങളെ രണ്ടുപേരുടെയും സാധ്യതകളെ തച്ചുടയ്ക്കാൻ കഴിയുന്ന അടിസ്ഥാന ഞങ്ങൾ മാറും. നമുക്ക് നോക്കാം. സീനൊക്കെ ഇനി മാറും. പിക്ചർ അഭി ബാക്കി ഹെ ബായ്.